ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെയുടെ ചെറിയ ടീമാണ് പെർഫോം ചെയ്യാൻ വരുന്നത്. ചെറിയ ടീമല്ലടാ, വലിയ ടീമുകളാ അവര്. നമ്മൾ പറയുമ്പോ ചെറുന്ന് പറയുമെങ്കിൽ അവരുടെ പെർഫോമൻസ് വലിയ ടീമിന്റെ ഒപ്പത്തിന് അല്ലെങ്കിൽ ചില സമയത്ത് അവരെക്കാളും മേളിൽ നിൽക്കും, അതൊക്കെ മേലെയൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ വളരെ പ്രൗഡായിട്ടാണ് അവർ വിളിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ദേവി ലക്ഷ്മി, അനന്യ ആൻഡ് സൈന. ഇത് ഐറ്റം വേറെ. പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ, പറയുമോ പ്രിയതമേ ശകുന്തളേ, പ്രമദമാനസ. പ്രിയതമേ, പ്രാണനാഥ, നമ്മുടെ അന്തപുരത്തിൽ ഇവിടെ ആരുമില്ലേ? നമ്മുടെ തോഴി എവിടെ? തോഴിയായ രമണി തൊഴിലുറപ്പിന് പോയിരിക്കുക. അവളെ ഇനി കേറ്റത്തില്ലെന്ന് നിന്ന് പോയില്ലെങ്കിൽ ഐശ്വരി. അപ്പൊ നമ്മുടെ ബടൻ എവിടെ? ബടന് ലീവ് കിട്ടിയില്ല. അപ്പൊ ഈ അന്തപുരത്തിൽ പ്രാണനാഥനും പ്രിയതമയും മാത്രമേ ഉള്ളല്ലേ? അതെ. അയ്യോ, അടുപ്പില് അരിക്കട്ടിക്കുക. ഇന്ന് ഞാൻ പോട്ടെ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പ്രാണനാഥൻ പട്ടിണിയാവും. എന്നാ പോ, അതെങ്കിലും നടക്കടി. ചെല്ലു പോ. എന്റെ ദൈവമേ, അങ്ങനെ 2024 കഴിഞ്ഞു, പുതിയ വർഷം വന്നു 2025. ഈ വർഷമെങ്കിലും എന്റെ പ്രോഗ്രാമും മറ്റു ബുക്കിങ്ങാണ് നല്ലോണം നടക്കണേ. 6 മാസത്തെ വാടക കൊടുക്കാത്തോണ്ട് ഉള്ളായിരുന്നു ആ ഫീസും മുട്ടി ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക. അതുകൊണ്ട് ആ കടങ്ങളൊക്കെ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റണേ. പിന്നെ മറ്റന്നാളൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ട്, അതിന്റെ കോസ്റ്റ്യൂം റിഹേഴ്സൽ ചെയ്യുന്നു. ഒരുത്തരം വിളിച്ചാൽ വരത്തില്ല. ആ പരിപാടി ഞങ്ങൾക്ക് നല്ലോണം കളിക്കാൻ പറ്റണേ. ഷോ, അവിടെ നിന്നപ്പോ അവളോട് ചായ അങ്ങ് ചോദിക്കായിരുന്നു. ഈ ഇപ്പൊ ഒന്നുകൂടെ അങ്ങ് വിളിച്ചേക്കാം. എടി അംബികേ, ഇങ്ങനെ വിളിച്ച അവള് വരത്തില്ല. വലിയ നടിയാ അമ്പഴവയിൽ അംബിക. അവളെ വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ട കലസികള്, അടുത്ത ബില്ലോട് കൂടി ഞങ്ങളുടെ ബാലി ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. ഒച്ചനൊരുത്ത് പൈത്രനും അമ്പഴവയിൽ അംബികയും മെയിൻ കഥാപാത്രം എത്തുന്ന ഞങ്ങളുടെ ബാലി ആരംഭിക്കുന്നു. ഞങ്ങളുടെ ഈ ബാലിയുടെ പേര് അംബിക. എനിക്കൊരു ചായ. ചക്കരിയാക്കണോ? 100 കൂട്ടം മണി അകത്തുള്ളതാ. 100 കൂട്ടം കറി അകത്തോട്ട് ചെന്ന് കയറുമ്പത്തേക്ക് 1 കൂട്ടാനേ ഉള്ളു. ബാക്കി കൂട്ടാൻ എവിടെ? നീ വാഷ് ബേസിന് കളഞ്ഞ അവക്ക് 100 കൂട്ടം പണി. എടി, നിനക്കവിടെ 100 കൂട്ടം പണിയായിരിക്കും. മറ്റന്നാൾ ആ പ്രോഗ്രാമിന് കോസ്റ്റ്യൂം റിഹേഴ്സൽ ചെയ്യുന്നു. അവന്മാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുവാടി? രാജാവായിട്ട് അഭിനയിക്കുന്ന രാജൻ വിളിച്ചായിരുന്നു. എന്നിട്ടാ തിരുമനസ് എന്ത് പറഞ്ഞു? കോസ്റ്റ്യൂം പറച്ചില് കേട്ടാൻ തോന്നുന്നു അവന് എല്ലാ ദിവസവും അങ്ങ് പ്രോഗ്രാമാന്ന്. കഴിഞ്ഞ വർഷം ഒരു പരിപാടി കളിച്ച് അന്നങ്ങാണ്ട് എടുത്ത് വെച്ചതാ. ഇന്ന് കോസ്റ്റ്യൂം റിഹേഴ്സൽ ആയിട്ട് ഡയലോഗ് പറയണമെന്ന് മടി പിടിച്ച് കഴുകിട്ടായിരിക്കും. ഈ മാസം എന്തുമാത്രം ചെലവാണെന്നറിയോ? കല്യാണം, പാല് കാച്ച്, നൂലുകെട്ട്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാർ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്ക്. അംബികേ, അപ്പൊ നിനക്ക് ഇപ്പോഴേ വെള്ളവസ്ത്രത്തിൽ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചേ. എടി, കഴിഞ്ഞ വർഷം പരിപാടി അന്ന് ആരെങ്കിലും നമുക്ക് ഈ വർഷം വന്ന് പരിപാടി തരുവോടി? ഇപ്പൊ ആരെങ്കിലും അഥവാ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് അഡ്വാൻസ് ഒന്ന് എഗ്രിമെന്റിൽ ഒപ്പിടുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അതെന്തിന്? അതായത് നമ്മളല്ലേ പരിപാടി കൊടുക്കുന്നേ. അപ്പൊ പരിപാടി കഴിയുമ്പോ അവര് നമ്മളെ അന്വേഷിക്കും, നമ്മളെ ഫോൺ വിളിക്കും. കിട്ടാതെ വരുമ്പോ വീട്ടുകാരെ അന്വേഷിച്ച് സമാധാനപ്പെടും. അങ്ങനെ എത്ര കമ്മിറ്റിക്കാരന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോന്ന് അറിയാവോ? അച്ഛനെ അന്വേഷിച്ചിട്ടുണ്ടോന്ന് അറിയാവോ? നീ അച്ഛനോടൊരു കാര്യം പറയണം. നാളെ രാത്രി 8 മണിക്ക് കഴിക്കാനുള്ള പുള്ളി ഇച്ചിരി നേരത്തെ കഴിച്ചോളാം. അതെന്തിന്? കാരണം നമ്മൾ 6 മണിക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോ 8 മണിയാവും. അന്നേരം കമ്മറ്റിക്കാരൻ അച്ഛനെ അന്വേഷിക്കും. അച്ഛൻ തുമ്മും, ഗുളിക മണ്ടേ കയറും. വെറുതെ എന്തിനാ ഹോസ്പിറ്റൽ ബില്ലൊക്കെ വാങ്ങി അങ്ങനെ അങ്ങ് പറഞ്ഞതാ. ഇന്ന് ബാങ്കുകാര് വരുന്ന ദിവസം ഈ മാസത്തെ പൈസ അടച്ചിട്ടില്ല. ഓ, നീ ഇങ്ങനെ കടം എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. എടുക്കുമ്പോ ഒരു ഭ്രാന്ത് വലിയായിരുന്നല്ലോ. എടുക്കുമ്പോ ഭ്രാന്തില്ല, അടയ്ക്കുമ്പോ ഭ്രാന്തുണ്ട്. നിനക്കല്ല കുഴപ്പമുണ്ടോ? അംബികെ, അതായത് നീ ചെറിയതായിട്ട് നിന്റെ കുടുംബശ്രീ പെണ്ണുങ്ങളില്ലേ, അവരുടെ ആരെങ്കിലും കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കും. എന്തായാലും നമ്മളെ ഇന്ന് ആരെങ്കിലും പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരും, എന്നാലും അഡ്വാൻസ് തരും. ആ അഡ്വാൻസ് എടുത്ത് നമുക്ക് കൊടുക്കാന്നേ. അറിയാം, ഇതെല്ലാം എന്റെ തലയിൽ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് 6 മണിക്ക്
മണിക്കുള്ളിൽ തിരിച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞ ആ പെണ്ണുങ്ങളെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു പെണ്ണുമ്പളെ കിട്ടിട്ട് എന്റെ ഭാഗ്യം തന്നെ. ഞാൻ എത്ര നാളാണ് നിങ്ങളുടെ അടുത്ത് പറയണ എന്റെ അനിയനെ തിരിച്ച് വിളിക്കണോന്ന്. അവന്റെ തല തൊട്ട് സത്യം ചെയ്തല്ലേ ഇനി ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും ചെയ്യൂലെന്ന്. എന്നാ ഈ തല അധിക നാള് കാണൂല. അതെന്ത് മനുഷ്യ അനിയനല്ലേ തലയെ തൊട്ട് സത്യം ചെയ്ത് 3 മിനിറ്റ് കഴിഞ്ഞപ്പോ അവ എന്തെങ്കിലും കുരുക്കൊപ്പിച്ച് കാണും. ശരി, ഞാൻ ചത്താലും അവനെ ഈ വീട്ടിൽ കെട്ടിട്ടില്ല. അത് ചേട്ടാ, ഞാൻ ഇവളുടെ ഈ ആങ്ങളെ വീട്ടിൽ കയറാതെ കാരണം എന്താണെന്നറിയണ്ടേ? ഇവളുടെ ആങ്ങള ഞങ്ങളുടെ കൂടെ പ്രോഗ്രാം നിന്ന, അതായത് എനിക്ക് ഓച്ചറാമ്പരിച്ച് ഫസ്റ്റ് ദിവസം ഞങ്ങളുടെ ബാലയായിരുന്നു. എന്നറിയാം, ഇവളുടെ അനിയൻ ഒന്ന് താമസിച്ച് വന്നതിന് ഞാൻ ഇവനെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അതും കേട്ടോണ്ട് എങ്ങാണ്ട് പോയി അടിച്ചു വിറ്റാട്ടി സ്റ്റേറിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. നാടകം ബാല കത്തിക്കറിക്കുന്ന സമയം അന്നേരം ക്ലൈമാക്സ് സീനിലോട്ട് അടുത്ത്. അല്ലെ ക്ലൈമാക്സ് സീൻ എന്തുവാന്നറിയണ്ടേ? അതായത് ഈ വില്ലൻ നായിക കുത്തി കുത്തി കൊല്ലുന്നതാണ്. ആ സീനെത്തപ്പം ഇവളുടെ അനിയൻ എണ്ണിത്തി എന്നിട്ട് പറയുവോ, അളിയാ നീ എത്ര വേണമെങ്കിലും കുത്തിക്കോ, ഞാൻ ആ നായകനെ കെട്ടിയിട്ടുണ്ടെന്ന്. അവിടെ എന്റെ ബാലയെ കൊണ്ടു ഓർത്തറ അമ്പലം ഓർത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നേ. എല്ലാ എണ്ണം കൂടെ എന്നെ എടുത്തോണ്ട് പോയി ആ ജി.ഡി. ഗോപന്റെ 60 അടി പൊങ്ങുന്ന ഹനുമാന്റെ തോളത്ത് കയറ്റി അങ്ങിരിച്ച ആ ഫ്ലോട്ടിന്റെ എന്നിട്ട് ഒരു ദിവസം മൊത്തം എന്നെ പൊക്കി വെച്ചിരുന്നു. അവസാനം ഇനി മേലെ വീട്ടുകാരെ വെച്ച് ബാലയത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട്. അറിയാവിടെ ഇവിടെ ആരുമില്ലേ? ആരാണ്ട് പ്രോഗ്രാം വെക്കാൻ വന്ന്. ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു തോന്നുന്നു. ഇംഗ്ലീഷ് അകത്തോട്ട് വരാൻ അങ്ങനെ പറയുന്നത്. നമസ്കാരം, ഞാൻ ടോമിച്ചൻ. മാതാവില്ല. അയ്യോ, അമ്മയ്ക്ക് ഇന്റർവ്യൂ പറ്റി. അങ്ങനെ ചോദിച്ചേ? മാതാവില്ല എന്ന് പറഞ്ഞു. ഇതുപോലത്തെ സാധനങ്ങൾ പരിപാടിയിൽ അടിക്കുന്നത് കൊണ്ടായിരിക്കാം താങ്കൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്. പിന്നെ ഞാൻ കുറെ കാലം അങ്ങ് ഗൾഫിലായിരുന്നു കേട്ടോ. കടലിലൊഴിക്കാലും തീരാത്തത്ര പണം എന്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു പ്രോഗ്രാമിന്റെ ആവശ്യത്തിനാണ്. എടി അംബികെ, അതുകൊണ്ട് ഏതാണ്ട് പണച്ചാക്കാ നമ്മുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നേക്കുന്നേ. നീ ആണെങ്കിലേ പുള്ളിക്കാരന് വല്ല കഴിക്കാനോ കുടിക്കാനോ വല്ല സ്നാക്സോ വല്ലതും എടുത്തോണ്ട്. കട്ടൻ ചായ ഇന്നലെ ചെറുക്കം കടിച്ച കേക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് കൊടുക്കാം. അതുകൊണ്ട് കളയാൻ പറയുന്ന കണ്ടോ ദൈവമേ. എടി കട്ടൻ ചായ ചെറുക്കം കടിച്ചതിന്റെ ബാക്കി കേക്ക് കഴിക്കാനേ പോകാൻ പറയാൻ പട്ടിയല്ലേ വന്ന് നിൽക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, വല്ല ആണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒരു കവർ പാലൂടെ മേടിച്ചും കൊടുക്ക്. അതിന് പൈസ എവിടെ നിന്ന്? പൈസ ലോണാർ കടക്കാൻ പറ്റുന്ന പൈസ ആയിരത്തും കൊടു. അപ്പൊ ഇന്ന് ലോണാര് വരുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കും? എന്തായാലും പുള്ളിക്കാരൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാനല്ലേ വന്നേക്കുന്നത്. അപ്പൊ അഡ്വാൻസ് വരുമ്പോ അഡ്വാൻസ് എടുത്ത് നമുക്ക് കൊടുക്കാം. ആ ശരി, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് പോയി സാർ. 1 മിനിറ്റ്. ഓക്കെ, ശരി ശരി, ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. ഇരിക്കണം സാർ. അയ്യോ ഇരിക്കൂളയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ടോമിച്ചൻ മാതാവില്ല. ഇരിക്കണം സാർ. അല്ല, നമ്മള് പ്രോഗ്രാമിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ല. സംസാരിച്ചു വരാം സാറേ. ആദ്യം നമ്മളെ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് ഞാൻ സാറിനെ കാണിച്ചു തരാം. മാജിക് ഷോ ഉണ്ട്, മെഗാ ഷോ ഉണ്ട്, പിന്നെ ഗാനമേളയുണ്ട്. കോശത്ര വരെ നമ്മുടെ കയ്യിലുണ്ട്. ആണോ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ 4 പേരുടെ ഫ്ലെക്സ് ഇരിക്കുന്നുണ്ടല്ലേ. അവര് പ്രോഗ്രാം എങ്ങനെയാണ്? അവര് 4 പേര് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് കലാഭവൻ പ്രചോദനാണെങ്കിൽ മെഗാ ഷോ ആണ് സാർ ചെയ്യുന്നത്. കൊടുത്താ പറമ്പ് കൈ എടുക്കോ? അപ്പൊ നമുക്ക് വിശ്വസിച്ച് കൊടുക്കല്ലേ സാറേ. പിന്നെ അതായത് പുള്ളിക്കാരൻ 2 സ്കിറ്റൊക്കെ നോക്കും. പറമ്പേറ്റെടുത്തോ ഇല്ലേ? പറമ്പേറ്റെടുത്തില്ലെങ്കിൽ 3ാമത്തെ സ്കിറ്റിന് മുമ്പ് പുള്ളിക്കാരന്റെ അങ്ങനെയാണല്ലേ? അതെ അതെ. അല്ല, നമ്മുടെ നസീർക്ക് എങ്ങനെയാണ്? നസീർക്ക് ആണെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. പുള്ളിക്കാരൻ ഈ സ്കിറ്റിനല്ലേ പൈസ മേടിക്കുന്നത്. എണ്ണയ്ക്കാണ് സാറേ പൈസ മേടിക്കുന്നത്. അതായത് ഞാനും പുള്ളിക്കാരനോട് മെഗാ ചെയ്ത് അപ്പം 3 എൻട്രിയുടെ പൈസ കമ്മറ്റിക്കാരുടെ മേടിച്ചു കൊടുത്തു. അപ്പൊ പുള്ളി 3 സ്കിറ്റും തകർത്താണല്ലേ? അയ്യോ, നമ്മൾ ഉദ്ദേശിക്കുന്ന എൻട്രി അല്ല, പുള്ളിക്കാരൻ എൻട്രി. അത് എവിടത്തെ എൻട്രി? കാറെ വന്ന അമ്പലത്തിൽ ഇറങ്ങിയത് ആദ്യത്തെ എൻട്രി, രണ്ടാമത് ഗ്രീൻ റൂമിലോട്ട് കയറിയത് 2ാമത്തെ എൻട്രി. അപ്പൊ ബാക്കിയുള്ളൊരു സ്കിറ്റ് എന്തായാലും പുള്ളി തകർത്തോണം, അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അവിടെ 6 സ്കിറ്റ് കളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തവൻ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിൽ പോയി രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാന്നും പറഞ്ഞു. അങ്ങനെ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടുകാരൻ കടിച്ചു 3ാമത്തെ എൻട്രി. അങ്ങനെ സ്റ്റേജിൽ കയറാതെ 3 എൻട്രിയുടെ പൈസ മേടിച്ചോണ്ട് പുള്ളിക്കാരൻ തലം കാര്യാക്കി. അപ്പൊ ഇതിനെല്ലാത്തിനും ചേർത്തുള്ള ഒരു എൻട്രി ആ അമ്പലത്തിൽ ഈ വർഷം കാണുമല്ലേ? അതിനുശേഷം ആ അമ്പലത്തിന്റെ നോട്ടീസ് ബോർഡിൽ എന്റെ ഫോട്ടോ വട്ടത്തി ചവണമാക്കി എഴുതിയിട്ട് പറഞ്ഞു, ഇവിടെ എൻട്രി ഇല്ല,
പക്ഷെ എന്തോറിയുണ്ടെന്ന്. അല്ല ഇവിടത്തെ എല്ലാ പ്രോഗ്രാം ആങ്കറാണ് ഈ പുള്ളിയാണ്. സാറ് ജീവല്ലേ ഉദ്ദേശിച്ചത്? നമ്മൾ ഐറ്റം ബർ എന്ന് പറഞ്ഞ പ്രോഗ്രാമില്ലേ, അറിയാം. ആങ്കർ ആണല്ലോ. അപ്പൊ ഞാൻ ഐറ്റം ബർ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തായിരുന്നു. പ്രോഗ്രാമിന്റെ അന്ന് എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുക, ഹലോ എനിക്ക് പനിയാ വരാൻ പറ്റത്തില്ല. എന്നിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വള്ളത്തൊണ്ട 2 ചുമ. ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ അവനും അവന്റെ പെണ്ണും പിള്ളേം കൂടെ ഹോങ്കോങ്ങിൽ കിടന്ന് കലങ്ങുന്നത്. അങ്ങനത്തെ അവസ്ഥയല്ലായിരുന്നു. സാറിനിവരെയൊക്കെ നേരിട്ട് അറിയാവോ സാറേ? എനിക്ക് എവിടെ നിന്നറിയാൻ? ഭാഗ്യം. ഞാൻ വിചാരിച്ചു സാറ് ഈ പറഞ്ഞതെല്ലാം ചെന്ന് അവരുടെ അടുത്ത് പറയുമെന്ന്. അയ്യോ എനിക്ക് ആ സ്വഭാവം ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ല സാറേ, ഞാൻ ഈ പറഞ്ഞെല്ലാം കൂടെ വെച്ച് ഫ്ലവേഴ്സ് ഒരു സ്കിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? ചിരി കിട്ടുമോ? ചിരി കിട്ടിയില്ലെങ്കിലും അവസാനം ഈ പറഞ്ഞതിന് എല്ലാത്തിനും കൂടെ ചേർത്തുള്ള കമന്റ് കിട്ടും. കൊടുക്കട്ടാ? അല്ല ഇത് എവിടെ ഒപ്പിച്ച്? ചെറുക്കന്റെ പിറന്നാളിന് പായസ കിറ്റ് മേടിച്ചില്ലേ, അതില് ബാക്കി വന്നതാ. ബാങ്ക് ആവശ്യത്തിന് കേറത്തില്ല. അല്ല നീ എന്തിനു നോക്കണം? അവർ പൊട്ടിച്ചപ്പോ സ്റ്റാപ്ലറിന്റെ പിന്നെ വീണായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടീ പുള്ളിക്കാരൻ അധികമൊന്നും തിന്നത്തില്ല, കാശുകാരനല്ലേ. അപ്പൊ നമുക്ക് അങ്ങ് കൊടുത്തേക്ക്, അധികമൊന്നും തിന്നത്തില്ലായിരിക്കും. ചൂടുപാലി സാർ ഇന്ന സാർ കഴിക്ക് സാറേ. അംബികേ സാറേ, അതായത് നമ്മുടെ കയ്യിലെല്ലാം അടിപൊളി ഗാനമേളയുണ്ട്. അതായത് 60,000 പാട്ട് സൗണ്ടും നല്ല ലൈറ്റും വെച്ചുള്ളത്. ആലപ്പുഴ ട്രിപ്പിൾ ബെഡ്സ് നല്ല അടിപൊളി ഗാനമേള. അല്ല ഈ ഗാനമേളയല്ലേ കഴിഞ്ഞ ആഴ്ച അമ്പലത്തിൽ വെച്ച് പൊളിഞ്ഞത്? സാറേ പൊളിഞ്ഞതല്ല, ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാ. എന്താ പത്തം? അതായത് നമ്മുടെ മെയിൻ പാട്ടുകാരൻ ജാസിഖ് സാറിന്റെ ലജ്ജാവതിയെ ആ പാട്ട് പാടിയാലും കത്തിക്കെറിക്കുന്ന സമയം നേരത്തേക്ക് പുറകിൽ നിന്ന് 1 ലോഡ് കമ്മറ്റിക്കാര് കൈയും പൊക്കിയിട്ട് ഇങ്ങനെ അടിച്ച് നില്ല നില്ല. അത് കേട്ടത് നമ്മുടെ ഗായകൻ വിചാരിച്ച് ജാസിഖ് സാറിന് നില്ല നില്ലെന്നുള്ള പാട്ട് പാടാനായിരിക്കും നാട്ടെ ഒഴുകുന്നു തുടച്ചു കളയാണ്ട്. അന്നേരത്തേക്ക് അത് കേട്ട ആങ്കറുകാരൊക്കെ വിളിച്ചു. ആങ്കറുകാർക്ക് ഉടനെ അങ്ങ് വിളിച്ച് പറഞ്ഞെന്ന് എന്തോന്ന് അടുത്തത് നമ്മുടെ ജാസിഖ് സാറിന്റെ നില്ല നില്ലെന്ന ഗാനമായി എത്തുന്നു സുധീഷ് കുണ്ട്ര. ആ പാട്ട് പാടിയതുമല്ല 1 ലോഡ് കമ്മറ്റിക്കാർ ഇടിച്ചു കയറി അങ്ങോട്ട് സ്റ്റേജിലോട്ട് വന്നില്ലേ. ഡാൻസ് കളിക്കാനായിരിക്കും. ഡാൻസ് കളിക്കാനല്ല, പിന്നെ അവിടെ ആറാട്ട് വന്ന് അമ്പലത്തിൽ കയറുന്ന സമയമായിരുന്നു. അതൊന്ന് കുറച്ചാണ് നിർത്തി വെക്കാൻ പറഞ്ഞ ഈ ആങ്കർ ചേർക്കാൻ വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് സാറേ സംഭവം. അങ്ങനെയാണ് പൊളിഞ്ഞത്. അല്ല നിങ്ങൾ വെളിയിലല്ലേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോന്നോ? പുള്ളിക്കാരെ ആദ്യം ചെയ്ത് തുടങ്ങുന്ന സ്റ്റേജില. പിന്നെ ചെയ്ത് കമ്മറ്റിക്കാര് വെളിയിലിറങ്ങി. പിന്നെ അവിടെയാ പരിപാടി. കമ്മറ്റിക്കാരാണ് മെയിൻ. അംബികേ അതല്ല ചോദിച്ചത്. ഗൾഫിലെ പ്രോഗ്രാം എല്ലാം ചെയ്തിട്ട് മാക്കേം ചത്തിയടി കണ്ട് അവള് ഒരു തമാശ പറഞ്ഞതാ സാറേ. തമാശ കേട്ടു. അതായത് നമ്മള് ഗൾഫിൽ ഒരു പ്രോഗ്രാം കിട്ടായിരുന്നു. ചെറിയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് കൈവിട്ടു പോയി സാറേ. അറിവിടെ കൊണ്ടുപോകാൻ പറ്റും, നമ്മള് വലിഞ്ഞു കയറിയൊക്കെ വരും സാറേ. സാറിന് ഈ പ്രോഗ്രാം ഒന്നും വേണ്ടെങ്കിൽ ഗിന്നസ് പ്രൊജക്ടറിന്റെ അടിപൊളി പരിപാടിയുണ്ട്. കൊച്ചിൻ ഗിന്നസ് ആണോ? അയ്യോ കൊച്ചിൻ ഗിന്നസ് അല്ല, വേൾഡ് റെക്കോർഡ് ഗിന്നസ് പ്രൊജക്ടറിന്റെ പരിപാടി ഉണ്ടെന്ന്. വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടില്ല. ഈ സീസണിൽ എന്തായാലും കിട്ടും സാറേ, ഓപ്പിക്കും നമ്മള്. അതായത് ഞാൻ ഈ എല്ലാ പ്രോഗ്രാമും ഒറ്റയ്ക്ക് ചെയ്യും. ഇപ്പൊ ഗാനമേള ആയിക്കോട്ടെ, ബാല ആയിക്കോട്ടെ, നാടകം ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും സാറേ. എങ്ങനെ സാധിക്കണോടോ തനിക്ക് ഇതൊക്കെ? ഓരോ വർഷം ഓരോന്ന് ചെയ്ത് പൊളിഞ്ഞാ പിന്നെ അതും കൊണ്ടു കൊടുക്കാൻ പറ്റുമോ? എന്റെ അറിവിൽ ഇങ്ങനെ ഒരു മാർഗം കളിയും കൂടി ചെയ്യാവുള്ളൂ. അത് പെണ്ണുങ്ങൾ ചെയ്യണേണ്ട, അത് ചെയ്യാനും പറ്റത്തില്ല. ഒന്ന് വാ കൊത്താവോ? അത് സാറേ അവള് തമാശ പറഞ്ഞത്. ഭയങ്കര തമാശക്കാരിയാണല്ലേ? തമാശ കൂടുന്നുണ്ട് ഈ ഒരു കോട്ടയം പറയാനാ. സാറേ നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് നമുക്ക് എഗ്രിമെന്റ് എഴുതിയല്ലോ ഒന്ന്. അയ്യോ ഞാൻ പ്രോഗ്രാം നോക്കാനൊന്നും അല്ല വന്നേ. പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ കുറെ കാലം അങ്ങ് ഗൾഫിലായിരുന്നു. അറിയാം. കടലൊഴിക്കോ തീരാത്തത്ര പണം ഉണ്ട്. റിപ്പീറ്റേഷൻ അടിക്കണ്ട പറ. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോഴേ നാട്ടിലെ ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങിയായിരുന്നു. അപ്പൊ എന്നെ നാടക ട്രൂപ്പിന്റെ ഈ വർഷത്തെ ആദ്യത്തെ നാടകം കാശിന്റെ കുന്തളി, അതിന്റെ ഓഫീസർക്ക് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. നേരത്തെ പറഞ്ഞൂടാ. അതിനാണോ 4 മണിക്കൂർ നിന്റെ മുമ്പിൽ കിടന്ന് മെഗാ ഷോ കളിച്ച് കാണിച്ചത്? ഞാൻ വന്നപ്പോഴേ പറഞ്ഞായിരുന്നല്ലേ. നീ എന്തിനു പറഞ്ഞോ വന്നപ്പോ? ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഓ പ്രോഗ്രാമിന്റെ ആവശ്യത്തിന്. നീ എവിടായിരുന്നു 30 വർഷം? ഗൾഫില്. 30 വർഷം ഗൾഫില്. കടലിൽ ഒഴിക്കാൻ പോലും തീരാത്തത്ര പണം. ഇതൊക്കെ ഉണ്ടായിട്ടാണോ പാവം പിടിച്ച എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ചെറുക്കന് പായസം ഉണ്ടാക്കാൻ പറ്റേക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസും സ്റ്റാപ്ലറിന്റെ പിന്നുൾപ്പെടെ അല്ലടാ നീ വെട്ടി പിടിക്കുന്നത്.
എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ ഷോ കാർഡ് വെച്ചിട്ട് പോ, ഞാൻ ആവശ്യമുള്ളപ്പോ നിന്നെ വിളിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രോഗ്രാം ഇല്ലാത്ത തീയതികൾ ഞാൻ ഇപ്പൊ പറയാം. ശിവരാത്രി ഒഴിവാണ്, അന്ന് എനിക്കൊരു പ്രോഗ്രാം തരണം. ബാക്കി എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ടോ? അല്ല, അന്നെങ്കിലും എനിക്കൊരു പരിപാടി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എടാ, കടലിൽ ഒഴുകാൻ തീരാത്തത്ര പണമല്ലേ, എന്നാ നീ അഡ്വാൻസ് വന്നിട്ട് പോ. എന്തായാലും ആദ്യത്തെ പരിപാടി പിടിക്കുമല്ലോ, ബുക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതിൽ നിന്ന് അഡ്വാൻസ് എടുത്തോ. പൈസ പിന്നെ കടലിൽ ഒഴിക്കാലും തീരാത്തത്ര പണം ഉണ്ടായിരുന്നു. കടലിൽ പണമല്ല ഒഴുകണ്ട, ലെവനെയാ ഒഴുകണ്ടേ. എടാ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ എന്റെ ശിവരാത്രി ശിവരാത്രി അല്ല, ഇനി നീ ഇവിടെ ഇന്ന് നിന്റെ അവസാന യാത്രയായിരിക്കും. എന്താ വേണോ? വേണം, എന്നെ തല്ലല്ലേ. എന്താ? എനിക്ക് പലവിധ രോഗങ്ങളുള്ളതാ. നല്ല ഉഗ്ര സ്കിറ്റ്, നല്ലൊരു കൈഡി. ഞാൻ പറഞ്ഞത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അവൻ നിന്ന് കൊല വിളിച്ച് ഒരു രക്ഷയില്ല കേട്ടോ. സിർക്കും കിട്ടി. അടിപൊളി. നസീർക്ക് എഴുന്നേറ്റ് കൈയടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രത്താളുകളിൽ നമ്മൾ എഴുതി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. അല്ലാതെ എന്താണെന്നറിയോ, ആ മക്കള് ഈ പ്രായത്തില് ഇത്രയും വൃത്തിയായിട്ട് ഇത്ര ആക്റ്റീവായിട്ട് 3 പിള്ളേരും ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ആൾക്കാരോട് കട പിടിക്കുന്ന രീതിയിൽ ഇവർക്ക് ഒരു മത്സരമായി, ഒരു വാശിയായി. സൈന്തോ മോനെ, ഒരു കാര്യം മോൻ ശ്രദ്ധിക്കണം. ഒരിക്കലും ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഞങ്ങളെ ആരെയും നോക്കരുത്. നീ നോക്കിയില്ലേ? എന്തിനാ അങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ വേദി നിൽക്കുമ്പോൾ നിങ്ങൾ 3 പേരേ ഉള്ളൂ, ഞങ്ങൾ ആരും ഇല്ല അവിടെ. അപ്പൊ അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ. അങ്ങോട്ട് 3 പേരും കേട്ടോ തകർത്ത് പൊളിച്ചു കളഞ്ഞു. കാര്യം ഇതിന്റെ പിന്നില് ഇത് അനുഭവിച്ച കുറെ പേരായിരിക്കും എഴുതി തന്നത്. ശേഷങ്ങളുണ്ട്, ശശാങ്കനങ്ങളുണ്ട്, ആണ് അനുഭവിച്ചവരാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. കറക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നിവൃത്തികേടാണ് നമ്മുടേത്. നമുക്കൊരു പരിപാടിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ട്രൂപ്പിലേക്കാണ് വേറെ നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതിൻ്റെ അകത്തൊരു അയൽക്കൂട്ടത്തിന്റെ ലോണിനടയ്ക്കാനുള്ള പൈസയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു മോള് പറഞ്ഞത്? മോളല്ലേ പറഞ്ഞത്? ഗംഭീരമായിരുന്നു കേട്ടോ. ഒബ്സർവേഷൻ നല്ലതാണ്. അതായത് സ്ക്രിപ്റ്റിൽ തിരഞ്ഞെടുത്ത കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. ഗംഭീരമായി 3 പേരും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ആ കൂടെ തന്നെ പഠിക്കുകയും ചെയ്യണം. പൊളിച്ചടിക്കുക കേട്ടോ, അടിപൊളിയാണ്. നിങ്ങളെ ഏറ്റവും അധികം സമ്മതിക്കേണ്ടത് ഒരു ഡയലോഗ് പോലും തെറ്റാതെ തുടക്കം മുതൽ അവസാനം വരെ പട. എനിക്ക് തോന്നുന്നില്ല ഓരോ കൗണ്ടറിനും ഇത്രയും അധികം കൈയടിച്ചൊരു സ്കിറ്റ് എനിക്ക് തോന്നുന്നില്ല ഈ പിള്ളേരുടെ കൂട്ടത്തിൽ നിങ്ങൾ കളിച്ചതിൽ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മനസ്സ് നിറഞ്ഞ സ്കിറ്റാണ്. സൈന്ധവ മോനൊരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ് കേട്ടോ. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ സത്യം ചില സിനിമകൾ നമ്മൾ ഈ ജഗതി ചേട്ടൻ, ലാലേട്ടൻ, മുകേഷ് ചേട്ടൻ്റെ ഒക്കെ കോമ്പിനേഷൻ, ഇന്നസെൻ്റ് ചേട്ടൻ്റെ കോമ്പിനേഷൻ പരിപാടികളുണ്ട് എന്ന് പറയുന്ന പോലെ മോനങ്ങ് നിന്ന് വെരുകയായിരുന്നു. അതിങ്ങനെ വന്ന കാര്യം അതിൻ്റെ ഇടയ്ക്ക് മോൻ പാല് കുടിച്ചപ്പോൾ ഒഴുകി വരുന്ന തുടച്ചുകള എന്ന് പറയുന്നത് അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒഴുക്കെന്ന് പറയുന്നതിനകത്ത്. പിന്നെ അതുപോലെ ഓരോ കൗണ്ടറുകളും അതുപോലെ എല്ലാ മോഡുലേഷനും. പിന്നെ ഏറ്റവും അധികം ചിരി വന്നത് ശരിയാണ്, ജീവയെ വിളിച്ച് പനിയെ വിളിച്ചപ്പോഴാണ് അവൻ്റെ പെണ്ണും ഇതൊക്കെ ജഗതി ചേട്ടൻ ചില മോഡുലേഷൻ പരിപാടികളുണ്ട്. അത് ഒഴുക്കി നമുക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ നമ്മൾ എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കളിക്കാവോ അതിൽ മോൻ 100 ഗംഭീരമായിട്ട് ചെയ്യുന്നുള്ളൂ. അനന്യയുടെ രസമുണ്ട്. അനന്യ വന്ന ഓരോ കൗണ്ടറുകൾ കറക്റ്റായിട്ട് സൈലൻ്റായിട്ട് ഒന്ന് പ്ലേ ചെയ്യുന്നൊരു സാധനം നല്ല പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തത്. അതായത് ഒന്നും തെറ്റിയില്ല. തെറ്റിയാൽ ചീറ്റിപ്പോയാൽ ചില കാര്യങ്ങളൊക്കെ ചീറ്റിപ്പോയാൽ. അതുപോലെ ദേവിലക്ഷ്മി ആണെങ്കിലും നല്ല രസമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ കാശുണ്ട് അതിനെക്കുറിച്ച് വർണ്ണിച്ച് പറയുന്നു. ശരിയാണ്, നമ്മളും ആദ്യം വിചാരിച്ചു ഇയാളൊരു കാശുകാരനായിരിക്കാം, അങ്ങനെ നമ്മളെ ധരിപ്പിച്ചു. ഗ്യാപ്പിലിരുന്ന് കിസ്മിസ് വണ്ടിപ്പരിപ്പ് പാലൊക്കെ അതുപോലെ അവൾ പറഞ്ഞു സ്റ്റേപ്ലർ അതിൻ്റെ പിന്നെ വീണിട്ടുണ്ട്. അവൻ്റെ ആക്ഷൻ കണ്ടായിരുന്നു. ഒരു 3 കഴിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ലുക്കും. എന്നാലും ആ കൈ നിട്ട സാധനമൊക്കെ അതൊക്കെ നമുക്കൊരു എന്താ പറയുക, നിങ്ങളെ കളിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഐറ്റം വേറെയിൽ വന്ന് ലിറ്റിൽ സൂപ്പർ സ്റ്റാർസാണ് 3 പേരും. അടിപൊളിയായിട്ട്. എന്തായാലും എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിയവർക്കും ഞാൻ പ്രത്യേകമായ കൈയ്യടി തരുന്നു. 3 പേർക്കും. ചേട്ടാ ദേവിലക്ഷ്മി, സൈന്താവ്, അനന്യ, ഉഗ്രൻ സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതിനെക്കുറിച്ച് ഇവർ 2 പേരും പറഞ്ഞു. എനിക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാര്യം ഈ ഒരു ഒരു കല എന്ന് പറയുന്നത്, ഒരു കലാകാരി എന്ന് പറയുന്നത് അത് ജന്മന നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. അത് ഒരിക്കലും നമുക്ക് അടിച്ച് പഴിപ്പിച്ചെടുക്കാൻ പറ്റില്ല.
അടിച്ചു പഠിപ്പിച്ച് നീ പാട്ടുപാട്, അല്ലെങ്കിൽ നീ അഭിനയിക്ക്, നീ മിമിക്രി ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡാൻസ് ചെയ്യ്, അങ്ങനെ നമ്മൾ ഈ കല എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ അടിച്ചു പഠിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അത് ജന്മനാ നമ്മുടെ ബ്ലഡിൽ വേണം. പിന്നെ നമ്മൾ വർഷങ്ങളോളം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മളിലുള്ള കഴിവിനെ നമുക്കിങ്ങനെ പരിപോഷിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പ്രായത്തിലൊക്കെ നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പം ഒരു വലിയ അത്ഭുതമാണ് മക്കളെ, ഇത് ഒരു വലിയ അത്ഭുതം. കാര്യം ടൈമിങ്ങിൽ നിങ്ങൾ ഡയലോഗ് പറയുന്നു, ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുന്നു, റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയ അത്ഭുതമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെ ഓരോ വാക്കും എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗ്രൂമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരുക്കന്മാരാണ്. അവരോടൊരു ബഹുമാനം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക കേട്ടോ. അതോടൊപ്പം നസീർക്ക് പറഞ്ഞോളൂ, നന്നായിട്ട് പഠിക്കുക. ഗംഭീരമായിരുന്നു 3 പേരും. നിങ്ങളൊക്കെ എവിടെയോ എത്തേണ്ട ആൾക്കാരാണ്. അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. 3 പേരും അസാധ്യമായിട്ട് സ്കിറ്റ് കളിച്ചു. പക്ഷേ പിന്നെ പ്രചോദനം പറഞ്ഞ പോലെ നിന്ന് വരികനെ പോലെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ നമ്മുടെ പിന്നെ സൈന്ധവ് ആദ്യം നമ്മുടെ ഈ ഇത് ഐറ്റം വേറയുടെ ഫ്ലോറിലേക്ക് വരുന്നത് ഫാമിലി ആയിട്ടാണ്. സൈന്ധവിന്റെ അച്ഛൻ സനീഷ് ഫസ്റ്റ് സ്കിറ്റ് ഇവരുടെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഐശ്വര്യമുണ്ട്. അപ്പൊ ഈ ഒരു ദിവസം ഈ ഒരു സമയത്ത് സൈന്ധവിന്റെ അച്ഛനും അമ്മയും കൂടെ നമ്മൾ വിളിക്കാം അല്ലേ? ഒരുപാട് സ്നേഹത്തോടെ സൈന്ധവിന്റെ അച്ഛനെയും അമ്മയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെങ്ങളുണ്ട്. ഓ എന്നാ വിളിക്ക്. മനീഷേട്ടാ പറയൂ സന്തോഷം പറയൂ. സ്കിറ്റ് കളിക്കുന്നതല്ല ഇപ്പൊ നിൽക്കുന്നത്. ഫാദർ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ പെർഫോം ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. അത് തന്നെ ഇപ്പം അവനിലൂടെ ഇപ്പം ഞങ്ങൾ സത്യത്തിൽ അറിയപ്പെടുന്നത് തന്നെ. ഞങ്ങളെവിടെ പോയാലും 3 പോയാലും ചോദിക്കുന്ന സൈന്ധവ് എന്തി, ഞങ്ങളെ കണ്ടില്ല സൈന്ധവിനെ പറ്റി ഫസ്റ്റല്ല ചോദിക്കുന്നത്. സനീഷ് മുഖശ്രീന്ന് കൊള്ളു ഇപ്പം അല്ലെങ്കിൽ സൈന്ധവൻ്റെ അച്ഛാന്ന് വിളിച്ചോ. സത്യമായിട്ടും നമുക്കത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, 3 പേര് സൂപ്പറായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ സൈന്ധവിന്റെ പ്രൊഫൈൽ ഒന്ന് കാണാം. ഓക്കെ സിനിമ കണ്ടു അതിനാ സിനിമ ഇറങ്ങിയിട്ട് പോലില്ല, പോസ്റ്റർ ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇത് 3D ടീച്ചർ. Good morning children, how are you all? Sit down. അയ്യോ സമാധാനം. ആ സിനിമ എന്ത് കിടക്കുന്ന സിനിമയാണെന്നറിയാവോ? അല്ല ഞാൻ കണ്ടില്ല, പോസ്റ്റർ കണ്ടപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന്? കുഴപ്പമുണ്ടോ? ആ കുഴപ്പമുണ്ട്, ഫ്രണ്ടിൽ വന്നിരുന്നാൽ മതി. ആ ബുക്ക് എടുത്തല്ലോ. പിന്നെ പറഞ്ഞു തരും, ഉച്ചയ്ക്ക് ഇന്റർവെൽ ആവട്ടെ. സൈന്ധവ് നമ്മുടെ താരമല്ലേ, സ്കൂളിലായാലും ക്ലാസ്സിലായാലും എല്ലാം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു അതിനുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. സൈന്ധവ് സനീഷ് സ്ഥിരമായി കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുള്ള ഒരു കുട്ടിയാണ്. മോണോ ആക്ടിന് ആ മോണോ ആക്ടിന് ഏതെല്ലാം വർഷങ്ങളും പങ്കെടുത്തിട്ടുണ്ടോ അന്നെല്ലാം സമ്മാനവുമായിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. മോന് മിസ്സാകുന്ന ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ടും അതുപോലെ പറ്റുമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സായിട്ടൊക്കെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് വിടാറുണ്ട്. എന്തൊരു കാര്യത്തിനാണേലും ഉത്തരം പറയാനാണെങ്കിലും മടിച്ചു നിൽക്കത്തില്ല, ഭയമില്ലാതെ തന്നെ എഴുന്നേറ്റ് നിന്ന് ആൻസർ, അത് ശരിയോ തെറ്റോ എന്തുമായിക്കോട്ടെ അത് പറയാനുള്ള ഒരു ആർജവം ഈ കുഞ്ഞിനുണ്ട്. ഈ കാണുന്നമാതിരി എല്ലാം എനിക്ക് നോട്ട് അയച്ചാലും ഞാൻ അവിടെ ചെന്നാലും അവിടെ ചെന്നില്ലേലും വീട്ടിൽ പനിയായിട്ട് കിടക്കുവാണെങ്കിൽ ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, നീ ഇന്ന് സ്കൂളിൽ വന്നില്ലേ? എന്നാൽ ഞാൻ നോട്ട് അയച്ചു തരാം. നമുക്ക് പറയണ്ട, അവന്മാർ ഇങ്ങോട്ട് ഇട്ട് തരും. അത്രയും ചങ്കോളിരിക്കുന്നു, അറിയാവോ? യവന്മാരെയൊക്കെ സപ്പോർട്ടുണ്ട്. നല്ല കഴിവുള്ള കുഞ്ഞാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നു. നന്നായി വരട്ടെ. പല ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് നമ്മുടെ ഈ കുഞ്ഞ് വരുന്നത്. എങ്കിൽ പോലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പാഠ്യേതര പ്രവർത്തനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മകനാണ് സൈന്ധവ് സനീഷ്.
എൻ്റെ പേര് സനീഷ് മുഖശ്രീ, ചെങ്ങന്നൂർ പെണ്ണുക്കരയാണ് എൻ്റെ നാട്. ഞാനൊരു 25 കൊല്ലമായൊരു കലാരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. കോവിഡ് സമയത്താണ് നമ്മൾ ഷോർട്ട് വീഡിയോ പോലെ ചെയ്താൽ നമ്മൾ തുടങ്ങിയത്. ഫോണിൽ നമ്മൾ അന്നേരം വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അന്നേരം ചേട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഓരോ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഞാനും മക്കളും ഒക്കെ ചേട്ടനെ സപ്പോർട്ട് ചെയ്തു. ആ വീഡിയോ വൈറലായി. അതിലൂടെയാണ് നമ്മൾ ഈ ചാനൽ രംഗത്തേക്ക് ഞാൻ വരുന്നത്. ചേട്ടൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാനും മോനും ആ സമയത്താണ് ഒരു ചാനൽ രംഗത്തേക്ക് നമ്മൾ വന്നു തുടങ്ങിയത്. സൈന്ധവ് അതിന് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളുടെയും പ്രോഗ്രാം ചെയ്യുന്നത് ഞാൻ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാട്ടി കൂടുതൽ മുകളിലേക്ക് അവൻ എത്തി തുടങ്ങി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ള വേദികൾ ആഗ്രഹിച്ച് നടന്നൊരു വ്യക്തിയാണ് ഒരു കാലഘട്ടത്തിലൊക്കെ. കാരണം സൈന്ധവ് ഞാൻ ഉദ്ദേശിക്കുന്ന മേളിൽ ആണ് അവൻ എന്നുള്ളത് എനിക്ക് പല പ്രാവശ്യം എനിക്ക് തോന്നി. അവൻ്റെ പല സ്കിറ്റുകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ പല എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, എടാ അവൻ അച്ഛനെക്കാട്ടിലും മേളിൽ മകനാടാ, അവൻ നിന്നെക്കാളും മേളിലാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഞങ്ങളതിൽ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 8 പേരുണ്ട്. പിന്നെ അച്ഛനും അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മകനുണ്ട്, ഞങ്ങൾ 4 പേരുണ്ട്. പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം ലൈഫിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിലാണെങ്കിലും അല്ലാതെ ഞങ്ങൾ വീട്ടിൽ ഹാപ്പിയാണ്. അതാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയ സന്തോഷം. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും സഹോദരങ്ങളും വേറെ എവിടെയും ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും സന്തോഷം എനിക്ക് കിട്ടുന്നത് അവരിലൂടെയാണ്. കാരണം ഞങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അവരുടെ സപ്പോർട്ട് അന്ന് മുതൽ ഇന്ന് വരെ ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ഞാനൊരു 2018 ഇത് ലോൺ എടുത്ത് ഞാനൊരു കട തുടങ്ങിയത്, ഒരു ഫാൻസി ഫുട്വെയർ. അത് തുടങ്ങി നമുക്ക് 2019 കൊറോണ ഒക്കെ ടൈം ആയപ്പോഴത്തേക്കും ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡള്ളായി. അപ്പം അത് അവസാന നിമിഷം അത് കൈ നിന്നില്ല. എന്നുവെച്ചാൽ ഒരു 8 ലക്ഷം രൂപ കടത്തിലാണ് ഞങ്ങൾ കട കൈ ഒഴിയുന്നത്. കാരണം പ്രളയവും കൊറോണയും എല്ലാം കൂടെ വന്ന് നമ്മളെ ശരിക്കും ബാധിച്ചായിരുന്നു. അച്ഛനും അമ്മയൊക്കെ പ്രായമായി. നല്ലൊരു വീട് വെച്ചിട്ട് അവരെ എവിടെയെങ്കിലും നല്ലതായിട്ട് സേഫ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പെരയ്ക്കകത്ത് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അതുപോലത്തെ ചോർച്ചയാണ്. നമ്മൾ കിടക്കുന്ന റൂമിൽ ബെഡിൽ പാത്രം എടുത്ത് സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുണ്ട്. കാരണം അച്ചാച്ചൻ കിടക്കുന്ന കട്ടിലിൽ, ഹാളിലെ കട്ടിലാണ് അച്ഛൻ കിടക്കുന്നത്. അച്ഛൻ കിടക്കുന്ന കട്ടിലിൽ നമ്മൾ അങ്ങോട്ട് കയറണമെങ്കിൽ ചെരുപ്പിടാതെ റൂമിൽ കയറാൻ പറ്റത്തില്ല, ഹാളിലോട്ട് കയറാൻ പറ്റത്തില്ല. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നിരത്തി പാത്രങ്ങൾ ഇങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യം. ഷൂട്ടിന് വരുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ അവിടെ വലിയ ഫ്ലാറ്റിലൊക്കെ കിടക്കുമ്പോൾ അവിടെ മഴയാണെങ്കിൽ ചേട്ടൻ ഒരു 10 വട്ടം വീട്ടിലോട്ട് വിളിക്കും. ഉറങ്ങത്തില്ല, എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഞാൻ ചോദിക്കും ചേട്ടാ കിടക്കുന്നില്ലേ ചോദിക്കുമ്പോൾ മഴയാടി വീട്ടിലെങ്ങനെയായിരിക്കും, അച്ഛനും അമ്മയും കിടന്നോ ഉറങ്ങിയോ എന്നൊക്കെ ഭയങ്കര സങ്കടം. കിടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മഴയുള്ള ദിവസം ചേട്ടൻ. വീട്ടിലെന്തോ മഴയാണെന്നോ നീ വിളിച്ച് ചോദിക്കും, വീട്ടിലോട്ട് വിളിച്ച് ചോദിക്കും, 100 പ്രാവശ്യം വിളിക്കും, ചോദിക്കും. നല്ലൊരു വീട് വെക്കണം. കാരണം ഈ ഒരു വീട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ കഷ്ടപ്പാട് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ കഷ്ടപ്പാടിൽ വെച്ച വീടാണ്. അപ്പോൾ അത് അവർക്കൊക്കെ വയസ്സായി. നല്ലൊരു വീട് വെച്ച് അവരെ കിടത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമുക്ക് നടക്കുമെന്നൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. അവൻ കഷ്ടപ്പെടുന്ന പൈസയ്ക്കായാലും ഞാൻ കഷ്ടപ്പെടുന്ന പൈസയായാലും ഇങ്ങനെ ഞങ്ങൾ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട് സംബന്ധമായ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനോ എടുക്കാനോ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു വിഷമമാണ്. ഒരു ദിവസം എൻ്റെ അച്ഛനെ അമ്മ എനിക്ക് ഒരു ദിവസമെങ്കിലും നല്ലൊരു വീട്ടിൽ കിടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾക്ക് കടമൊക്കെ കയറി നടക്കുമ്പോഴത്തേനും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അവന് വേറെ പണിക്കും എല്ലാം പോയിക്കൂടായോ. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഒരിക്കലും ചേട്ടനോട് ചോദിച്ചിട്ടേ ഇല്ല, പറഞ്ഞിട്ടുമില്ല. കാരണം ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ. അപ്പോൾ ചേട്ടൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഞാൻ ഒരിക്കലും ഇതുവരെ എതിർപ്പ് നിന്നിട്ടുമില്ല. എനിക്കും താല്പര്യം അതാണ്. ചാനലിലൊക്കെ ഷോ ചെയ്യാൻ ഞാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ.
പക്ഷെ ദൈവം ഞങ്ങളെ 4 പേരെയും കൂടെ കൊണ്ടെത്തിച്ചു. അതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഞാൻ അവരോട് പറയും, നമ്മളെ ഇത്രയൊക്കെ എത്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമയം ഒരു ദിവസം വരും എന്ന് എപ്പോഴും അവരോട് പറയാറുള്ളൂ. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പം ശരിക്കും നിങ്ങൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് സങ്കടപ്പെടേണ്ട ചേട്ടാ, നമ്മുടെ സൈന്ധവിലൂടെ അതെല്ലാം നിങ്ങൾക്ക് എത്രയും വേഗം തിരിച്ചു കിട്ടും. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, അതിലൂടെ തന്നെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും അത്രയും കലയെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അപ്പൊ കലയെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരും. രാജൻ ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ദൈവം അനുഗ്രഹിച്ചെല്ലാം എല്ലാം ശരിയാവും. ഈ പറയുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നും ഇവിടം വരെ എത്തിയില്ല നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം ഇനിയും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ഈ കുഞ്ഞിവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ നമ്മളെ ചിരിപ്പിക്കുമ്പോഴും നമുക്കൊന്നും അറിഞ്ഞുകൂടല്ലോ എന്തൊക്കെയാണ് അവൻ്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ ചെയ്യാനുള്ളൊരു എനർജി തരുന്നത് കലയാണ്. കല എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണത്. ദൈവം അവൻ്റെ ഒപ്പം ഉണ്ട്. ഓക്കെ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് മോശമായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഇപ്പൊ എന്താണ് പ്രശ്നം? ഇപ്പൊ 8 ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് വീട് പുതുക്കി പണിയാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ലോൺ എടുത്താണ് കട തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ലോൺ എടുത്ത് കട ഇപ്പം ലോണ് മുടങ്ങിയിട്ടുണ്ട്. പിന്നെ കട ഇടയ്ക്ക് കൊറോണ സമയമായപ്പോഴത്തേക്ക് ബിസിനസ് കാര്യങ്ങളെല്ലാം പൊട്ടി. പിന്നെ നമ്മൾ കുറെ കടം മേടിച്ച് നമ്മൾ കുറേയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കി. പക്ഷെ കൈ നിൽക്കാതായപ്പോഴാണ് ഞാൻ പറഞ്ഞു നമുക്ക് കടം നിർത്താം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കടത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. പിന്നെ ഈ പ്രോഗ്രാം ഉള്ളത് ഇല്ലാത്ത സമയത്തല്ല ഞാൻ പെയിൻറ്റിങ് പോളിഷ് വർക്കിനൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ 8 പേരുണ്ട്, വീട്ടിൽ 8 പേരുണ്ട്. അച്ഛനൊക്കെ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. പിന്നെ പെങ്ങളുണ്ട്, പെങ്ങൾക്ക് കാല് വയ്യാത്ത, ഈ 1 മാസം കൊണ്ട് വയ്യാതിരിക്കുന്നതാണ്. പിന്നെ അവക്കൊരു മോനുണ്ട്, അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സ്കൂളിലെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അവനോടും ഞാനിവിടെ കൊണ്ടിരുന്ന പ്രോഗ്രാം അവൻ്റെ 1 രൂപ പോലും എടുത്ത് നമുക്കിന്ന് അവന് വേണ്ടി ഇടാൻ പറ്റുന്നില്ല. എവിടുന്നെങ്കിലും ഒരു സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനകത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ശരി, അപ്പൊ അതിനുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. പിന്നെ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും നമുക്കൊരു സഹായം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുമൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും എപ്പോഴും സനീഷിനും കുടുംബത്തിനും ഉണ്ടാവും കേട്ടോ. തീർച്ചയായും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ 8 പേര് വീട്ടിൽ കഴിയുന്ന ഭയങ്കര ഹാപ്പിയാണ്. അത് തന്നെ, ആ ഒരു വേർഡാണ് ഏറ്റവും പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അതാണ് അതിന് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ കൂടാതെ ഈ പറഞ്ഞ ഈ പ്രോഗ്രാമുമായിട്ടും കലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും പുറമോട്ട് ചിന്തിക്കേണ്ട എടുക്കേണ്ട വന്നിട്ടില്ല. കാരണം ഉയർച്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. നമുക്ക് പടവുകൾ കയറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറേ സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോകുന്നുണ്ട്. ഈ അടുത്താണ് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമായൊരു കാര്യം തോന്നിയത്, ഇവൻ പഠിക്കുന്ന പെണ്ണുക്കര UP സ്കൂളിലും മോള് പഠിക്കുന്നത് ചെറുകനാട് SNRS എന്ന് പറയുന്ന സ്കൂളിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കലോത്സവത്തിന് പോകാൻ നേരം ഇവൻ ചോദിച്ചു, ഞാനിവിടെ വട്ടെ എന്നെ കൂടെ കൊണ്ടുപോകാൻ കാണാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇവള് പറഞ്ഞ് എനിക്ക് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നിന്നെ നോക്കാൻ ആളില്ല, നിന്നെ എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ഈ വർഷം കലോത്സവം അവൻ അവിടെ ഉദ്ഘാടനം ചെയ്തു ഇവരുടെ സ്കൂളിൽ. അല്ല, നിങ്ങളുടെ ഒരു ജീവിതത്തിലും ഇപ്പോഴും നമുക്ക് എടുത്തു പറയുന്നത് ഈ കഷ്ടപ്പാട് നമ്മളെ ദൈവം എല്ലാ സമയത്തും കഷ്ടപ്പെടുത്തുകയല്ല. എല്ലാ സമയത്തും അങ്ങനെ കഷ്ടപ്പെടുത്തും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അതിനൊരു എന്താ പറയുക പരിഹാരം ആണ് ദൈവം ഒരു നല്ല ഗിഫ്റ്റാണ് തന്നിരിക്കുന്നത്. ആ ഗിഫ്റ്റിന്റെ പേര് സൈന്ധവം എന്നാണ്. തീർച്ചയായിട്ടും അതെല്ലാവരും പറയുന്നത് ഒരു സന്തോഷം. അടുത്ത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഈ അടുത്ത് നമുക്ക് ദൈവമായിട്ട് തന്നിട്ടുണ്ട് ചേട്ടാ. അതായത് കേരള സംസ്ഥാന സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് എനിക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. ഫെലോഷിപ്പ് എന്തിനാണത്? സാർ, അത് ഫോക്ലോർ അക്കാദമിയുടെയാണ്. സംസ്ഥാന സർക്കാരിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് കാക്കാരിശി നാടകത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് കാക്കാരിശി നാടകം ചെയ്യുന്നുണ്ട്. ആദ്യം സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫാമിലിയായിട്ട് ചെയ്യുന്ന സൈന്ധവാണ് കാക്കാൻ ചെയ്യുന്നത്. അവർ 2 പേര് കാക്കാത്തിമാര്, ഞാൻ തമ്പ്രാന്റെ വേഷം, അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും ടെൻഷൻ അടിക്കണ്ട. കാര്യം ആരും എല്ലാം ഉണ്ടായിട്ട് വന്നവരല്ല, എല്ലാം ഉണ്ടാക്കിയെടുത്തതും വന്നു ചേരുന്നതുമാണ്. അപ്പം നിങ്ങൾക്കും അതുണ്ടാകും, ഉണ്ടായിരിക്കും. പ്രാർത്ഥന ഞങ്ങളുടെ ഉണ്ട്, നമ്മുടെ പ്രേക്ഷകരുടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഈ ചാനലിൻ്റെ ഉൾപ്പെടെ ഉണ്ട്.
നമുക്ക് ഒരുപാട് പേര് കുറ്റം പറയാനും ഇതൊക്കെ പറയാൻ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇവൻ രംഗത്തോട് പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങനെ ഇനിയിപ്പോൾ ആ കൊച്ചിനെ കൂടെ ആ ഇതിലേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെ കമൻസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ മനസ്സ് പറയുന്നത് ചെയ്യുക. മനസ്സ് പറയുന്ന നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെ പറയുന്നെങ്കിലും ഇതൊക്കെ സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, സൈന്ധവിൻ്റെ ചാനൽ ഷോകളിൽ ഏകദേശം ഒരു 100 എപ്പിസോഡുകളും അടുത്ത് വരികയാണ് സൈന്ധവ് ചെയ്തിട്ടുള്ളത്. ഈ പ്രായത്തിൽ അവൻ 100 എപ്പിസോഡ്, ഏകദേശം ഇപ്പോൾ 92 എപ്പിസോഡുകളൊക്കെ ഞങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 90 അപ്പം എന്നോട് പറഞ്ഞു 100 എപ്പിസോഡ് ആകുമ്പോൾ കേക്ക് മുറിക്കണം. ഓരോ ദിവസങ്ങൾ മുമ്പോട്ട് പോകും തോറും അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ബാക്കിലായിട്ട് പോയിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പൊ ഇനി നമുക്ക് മാർക്സിലോട്ട് പോകാം അല്ലേ ജീവ? അതെ, തീർച്ചയായിട്ടും. കുടുംബം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കട്ടെ, സന്തോഷം മാത്രം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് മാർക്സിലേക്ക് പോകാം. നസീർക്ക, ഞാനും ഷാജോനും പ്രചോദും ഈ പോസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഐറ്റത്തിനെ കുറിച്ചുള്ള മാർക്കേ കൊടുക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞതൊക്കെ വേറെ കാര്യങ്ങൾ, അതെ, അതിനുള്ള മാർക്കേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഞാനൊരു 8000 രൂപ കൊടുക്കുകയാണ്. 8000 രൂപ. ഓക്കെ, ഷാജോൻ ചേട്ടാ? ഞാനൊരു 10000 രൂപ കൊടുക്കും. അപ്പം ടോട്ടൽ 18000 രൂപ. പ്രചോദേട്ടാ, ടോട്ടൽ എമൗണ്ട് ആയിട്ട് നേരെ. ഓക്കെ, ബാക്കിയുള്ളതാ പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് ഐറ്റമേറയിലെ ചെറുതുകളുടെ ആദ്യത്തെ ഗോൾഡൻ മെഡലല്ലേ? ഓ, അടിപൊളി അടിപൊളി അടിപൊളി. കണ്ണീരും വരുന്നില്ല പരിപാടി. നല്ലൊരു കൈയടി സൈന്ധവിന്റെ ഈ ടീമിന്. ഇത് ചെറിയ ടീം നമ്മൾ ഇനി വിളിക്കൂല, ഇത് ഐറ്റമേറുടെ ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നാണ്. ഇനി നീ പറ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചില്ല ഇത്ര അടിക്കണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഇതായി, ഹാപ്പിയായി. എന്റെ നെഞ്ചത്ത് കയറിയെങ്കിലും 1 ലക്ഷം വാങ്ങിച്ചല്ലോ, എനിക്ക് അത് മതി. ഈ ചേട്ടന് ഇപ്പഴാ സന്തോഷമായേ. അപ്പം നല്ലൊരു കൈയടി. അവര് പാട്ട് പാടട്ടെ? പിന്നെ ധൈര്യമായിട്ട് പാടാം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആരപ്പട്ടിൻ ചേലിനാലേ ആരക്കത്തരമണിയും ആരപ്പട്ടിൻ ചേലിനാലേ അരക്കത്തരമണിയും അമ്മ ചന്തത്തിൻ ചേലിനാലേ താളം പിടിക്കണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ. അടിപൊളി. എടാ, ദേവി ലക്ഷ്മിയോട് അന്വേഷണം പറയാം. ഓക്കെ, ബൈ. എന്റെ ദൈവമേ, സകല ഉത്സവ കമ്മിറ്റിക്കാരെയും ഫ്ലോട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ ബ്രേക്ക് ഡാൻസ് കളിക്കുവാണോ? ഇവിടെ ഒരു മൂക്ക് കാണാനില്ലെന്ന്. മൂക്ക് കാണാനില്ലെന്നോ? പിന്നെ ഈ കണ്ണിന്റെ സെന്ററിൽ ഇരിക്കുന്ന പടവലങ്ങയാണോ? എന്റെ മൂക്കല്ല, ഇത് കാട്ടുകട അമ്പലത്തിലെ ഉത്സവമാണ്. അവിടെ നമ്മളൊരു രാക്ഷസിയുടെ ഫ്ലോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വെക്കാനുള്ള ഒരു മൂക്ക് ഞാൻ ഇവിടെ വെച്ചിരുന്നതാണ്. നിങ്ങൾ എവിടെ വെച്ചെന്നൊന്ന് ഓർക്ക മനുഷ്യ. ഞാൻ ഇവിടെ വെച്ചിരുന്നാണെന്ന് കാണാനില്ല. അവിടെ വെച്ചിരുന്നാണോ? അത് മൂക്കായിരുന്നോ? ഞാൻ വാഴയുടെ കൂമ്പാന്ന് പറഞ്ഞ് തോരൻ അരിഞ്ഞു വെച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാൻ എടുത്ത് കറി വെക്കല്ലേ? ഓ, ഇപ്പൊ ഒരു മൂക്ക് പോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂക്കല്ലയോ, എന്റെ മൂക്ക് എടുത്ത് അങ്ങ് വെച്ചോ. നിന്റെ മൂക്ക് മതി ആ രാക്ഷസിക്ക് വെക്കാനായിട്ട്. രാക്ഷസിക്ക് വെക്കണ ഈ നീളമുള്ള മൂക്ക് വെക്കണം. നിനക്ക് ഈ നീളത്തിൽ നാക്കല്ലേ ഉള്ളൂ, മൂക്കുണ്ടോ? അപ്പൊ എന്റെ നാക്കിന്റെ കുഴപ്പം. ഞാനൊരു കാര്യം പറയട്ടെ. നാളെയല്ലോ സ്കൂളിലെ പിള്ളേർക്ക് എന്തോ സിൽവറിന്റെ അപ്പൂപ്പനെ കണ്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞത്. അയ്യോ, അതുവല്ല ഉണ്ടാക്കിയിട്ടുണ്ടോ? അയ്യോ, എന്തോന്ന് കയ്യോ? ഒരു കാര്യം ചെയ്, നിന്റെ അപ്പൂപ്പനകത്തിരിപ്പില്ലേ? തിരിപ്പുണ്ട്. വിളിച്ചിട്ടുണ്ടോ? എന്തിന്? സിൽവർ പെയിന്റ് അടിച്ച് 2 ദിവസം കൊണ്ട് അവിടെ വെക്കാം. അയ്യോ, എന്റെ അപ്പൂപ്പനെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങനെ പൈസ എടുക്കണ്ട കേട്ടോ. ഇക്കണക്കിന് നയൻതാരയുടെ പ്രതിമ വേണോന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊണ്ട് അവിടെ നിർത്തുമല്ലോ. കുറച്ചൊക്കെ കേറിപ്പോയല്ലോ. അല്ല, പണ്ട് ഞാൻ നയൻതാരയുടെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനായി പോയത്. നയൻതാരയുടെ ലുക്കല്ലായിരുന്നു, തലേത്താരെന്ന് ആരെങ്കിലും വിളിച്ചായിരിക്കും. അവിടെയൊക്കെ ചിക്കിപ്പറക്കി ഇടാതെ അതൊക്കെ ഒന്ന് വൃത്തിക്ക് നിക്കുന്നീ. ആരെങ്കിലും ഒക്കെ ഫ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റാണ്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം, അറിയാമോ?
അയ്യോ നിങ്ങളെ ഫ്ലോട്ടിനെ പറ്റി കിടുക്കാച്ചിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ജീവനിട്ടൊരു ഫ്ലോട്ടാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കിടുക്കാച്ചി ഫ്ലോട്ട് ഇത് കൊണ്ടുപോകോ, കൈ കാണാനെല്ലാം എടുത്ത് തോരൻ വെക്കും, വേറെ കുഴപ്പമൊന്നും. അത് അതിന്റെ ഭാര്യയാണ്. ഭാര്യയാണ് നിന്നെ കണ്ടപ്പോ ജീവൻ തുടിക്കുന്ന ഫ്ലോട്ടാണെന്ന് തോന്നി. അത്രേ നയൻതാരയുടെ ലുക്ക് ഉണ്ടായിരുന്നു. ചെറുതായിട്ട് തോന്നി. ക്ഷമിക്കണം, ഞാന് ചേമ്പുകര അമ്പലത്തിൽ നിന്ന് ഉത്സവത്തിനായിട്ട് വന്നതാണ്. അങ്ങോട്ട് നിങ്ങളുടെ ഒരു ഫ്ലോട്ട് വേണമായിരുന്നു, അത് ബുക്ക് ചെയ്യാനായിട്ട്. നമ്മളതാണല്ലോ മെയിൻ ഫ്ലോട്ട് ആണല്ലോ. ഞാൻ അമ്പലത്തിന്റെ കാര്യങ്ങളായിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ്. ഞാനിപ്പോ ചെന്നൈയിലാണ്. നിങ്ങളിപ്പോ ചന്ദ്രന്റെ വീട്ടിലാണ്. അല്ല, ഞാൻ ഇപ്പൊ ചെന്നൈയിലാണ് നിൽക്കുന്നത്. റിലാക്സ് റിലാക്സ് റിലാക്സ്. നിങ്ങളിപ്പോൾ ചന്ദ്രന്റെ വീട്ടിലാണ്. നിങ്ങൾ ചുമ്മാ ഹിപ്നോട്ടിസം കളിക്കല്ലേ. ആ ചെറുക്കൻ പറഞ്ഞത് അവനിപ്പോ ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണെന്ന്. അതാണ് ജോലി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പം എനിക്കൊരു ഫ്ലോട്ട് വേണം. നിങ്ങൾ അത് ഇന്ന് തന്നെ ശരിയാക്കി നമുക്ക് തരണം. ഓ, ഇന്ന് തന്നെ ശരിയാക്കി തരാം. ഞങ്ങളുടെ ഫ്ലോട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമാണ് നാട്ടില്. പിന്നെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അങ്ങ് ചെന്നൈ വരെ നിങ്ങളുടെ ഫ്ലോട്ടിനെ പറ്റി ഭയങ്കര അഭിപ്രായം. ശരിക്കും? പിന്നെ എന്റെ ഊഹ ശരിയാണെങ്കിൽ ആ പള്ളിക്കര ജംഗ്ഷനില് നിങ്ങളൊരു ഐസ്ക്രീം നിന്നോണ്ട് ഓടുന്ന ഒരു പെങ്കൊച്ചിന്റെ പ്രതിമ വെച്ചിട്ടില്ലേ, അതാണ് ഏറ്റവും കിടുക്കാച്ചി പ്രതിമ. അല്ല, പള്ളിക്കര ജംഗ്ഷനിൽ ഐസ്ക്രീം തരുന്ന പെൺകുട്ടിയുടെ ഫ്ലോട്ട് വെച്ചിട്ടുണ്ടോ? ദീപശിഖ ഏന്തിയ PT ഉഷ. നമുക്ക് എന്നാ വേണ്ടത്? നമുക്ക് ഇന്ന് വൈകുന്നേരം. അപ്പൊ വെറൈറ്റി ആയിട്ട് ഒരു ഫ്ലോട്ട്. പിന്നെ അയ്യോ, നമ്മളാ മറ്റേ സാധനം ഉണ്ടായിരുന്ന കൊടുക്കാറുണ്ട്. ഏതേട്ടാ? നമ്മുടെ ദിനോസർ ഇല്ലേ? അയ്യോ, അടിപ്പ സാധനം ഉണ്ടെങ്കിൽ ഇറക്കി വിട്. ഇയാൾക്ക് ഭാഗ്യമില്ലാതെ പോയല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇല്ലേ? ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ്, കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സംഘടന. ആവശ്യമില്ലാതെ കേറി പാടില്ലാത്തൊന്നും പറയരുത്. അവരുടെ 1ാമത്തെ വാർഷികത്തിന് ചേട്ടനോട് പറഞ്ഞ ഒരു ദിനോസറിന്റെ ഫ്ലോട്ട് വേണമെന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിൽ ജീവൻ തുടിക്കുന്നതല്ലേ ഉണ്ടാക്കുന്നത്. ജീവൻ തുടിക്കുന്ന ഒരു ദിനോസർ, അത് റിമോട്ട് അങ്ങോട്ട് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഈ ദിനോസർ ഇങ്ങനെ ചാടി ചാടി അങ്ങ് നടക്കുവേ. ഇതിനെ കൊണ്ടുവന്ന് ആ ക്ലബിലേക്കോട്ട് അങ്ങോട്ട് ഇറക്കി വിട്ടതുമല്ല, തിരിച്ച് ഞെക്കാൻ നോക്കുന്ന ഈ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നേ. ഈ ദിനോസർ ആണെങ്കിൽ അവിടെ മുഴുവൻ തകിടം മറിക്കുവോ. സ്റ്റേജിൽ കയറുന്നു, സ്റ്റേജ് വലിച്ച് താഴെ ഇടുന്നു, മൈക്ക് സെറ്റ് കയറുന്ന മൈക്കെടുത്ത് താഴെ ഇടുന്നു. ദിനോസർ അവിടെ മുഴുവൻ ബഹളം തന്നെ ബഹളം. ഫോറസ്റ്റുകാർ വന്നപ്പോ മുറ്റ കോമഡി. ഫോറസ്റ്റുകാർ വന്ന് വെടിവെപ്പോടെ വെടിവെപ്പ്. ഈ ദിനോസറിനെ വെടിവെച്ച് ജീവനുള്ളതിനെ വെടിവെച്ചാലല്ലേ ചാവത്തുള്ളൂ. പിന്നെ എല്ലാരും കൂടെ ചാക്കിനകത്ത് കയറ്റി ഈ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങ് വെച്ച്. അപ്പൊ പ്രശ്നം ഏകദേശം ഒതുങ്ങി കാണും. എങ്ങനെ ഒതുങ്ങാനാ? വീട്ടിൽ കൊണ്ട് വെച്ചതുമല്ല, ഈ നാട്ടിലുള്ള സകല പട്ടികളും വീടിന്റെ മുമ്പിൽ കിടന്ന് കൊരയോടെ കൊര. പട്ടികൊര മാത്രമോ, നാട്ടുകാർ മുഴുവൻ കിടന്ന് ചീത്തവിളി തന്നെ ചീത്തവിളി. അവസാനം സൈകിട്ട് ഞാൻ എന്നെ കത്തിച്ച് കളഞ്ഞ ആ വിഷയം അവിടെ തീർന്നല്ലോ. കത്തിച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ആ വിഷയം തീർന്നു. ഇല്ല, കത്തിച്ച് കളഞ്ഞ കേസായില്ലേ? നിങ്ങളുടെ സാധനം നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്നാ കേസാവാനാ? ആ ദിനോസറിനെ കത്തിച്ചപ്പോ തെക്കല് രവിയുടെ പെരയും കൂടെ നിന്ന് കത്തിയത്. അതിന്റെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവല്ലേ. അതൊക്കെ ചിലപ്പോ സംഭവിക്കുമല്ലോ. ഫ്ലോട്ട് ഉണ്ടാക്കാത്ത ദിവസം എല്ലാം ചേട്ടൻ കേസിന് കിടക്കുക. വേറെ കേസുണ്ട്. ഞാൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതും കേസാണോ? അല്ലല്ല, ഞാൻ ചെറിയ ദിനോസറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അകത്ത്. എവിടെ ഉണ്ടാക്കി വെച്ച്? നമ്മൾ ഷെഡിലിരിക്കുന്നില്ലേ? ഷെഡിലിരിക്കുന്ന ദിനോസർ? ചെറിയ ദിനോസറാ അത്. അയ്യോ, എന്റെ അമ്മയാണ് ഞാൻ വിചാരിച്ചത് കുണ്ടളപ്പുഴുവാന്ന്. മറ്റേ കുണ്ടളപ്പുഴു ഇങ്ങനെ പോന്നെ അതല്ലായിരുന്നോ? ദിനോസറാണത്. അതിന്റെ നെറ്റിക്ക് എഴുതി വെക്കണം കേട്ടോ, ദിനോസറാന്ന്. കാരണം നിങ്ങൾ അതും ഇതും പറഞ്ഞോണ്ടിരിക്കുക. വെറൈറ്റി എന്തെങ്കിലും സാധനം ഉണ്ടായപ്പോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാക്ഷസനെ, ഭീകരനായ ഒരു രാക്ഷസനെ വധിക്കുന്ന ഒരു രാക്ഷസിയുടെ ഫ്ലോട്ട് ഉണ്ട്. അപ്പൊ ഏകദേശം അതിന് എത്ര രൂപയാവും? അതിന് ഏകദേശം നമ്മളെ വധിക്കുകയല്ലേ, അപ്പൊ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ വരും. പൊന്നിയേട്ടാ, 50,000 രൂപ വെച്ച് കൂടുതലാ. കുറച്ച് കുറയ്ക്ക്. 50,000 രൂപ കൂടുതലാ. ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 തെറിയൊക്കെ പറഞ്ഞ് ഒരു തോണ്ടി വിടാം. ഓനക്കൊരു കുത്തു കൊടുക്കണം. കൊല്ലണ്ട അല്ലേ? കൊല്ലണ്ട. ഒരു 20,000 ഫിക്സ്. അത് മതിയോ? അത് മതി. ഇത് വേറെ കുഴപ്പമെന്ന് വെച്ചാല് ഫ്ലോട്ട് ഇല്ല, അത് വർക്കിന് പോയിരിക്കാണ്. ഞങ്ങൾ ലൈവ് ചെയ്യും. എങ്ങനെ? ലൈവ് ആർട്ടിസ്റ്റുകളും കൂടെ. രാക്ഷസനെ കൊല്ലുന്ന രാക്ഷസിയുടെ ഫ്ലോട്ട് ഞങ്ങൾ ലൈവ് ചെയ്യും. ലൈവ് ചെയ്യുമെങ്കിൽ എനിക്ക് ഡെമോ കാണണം. ഇത് HD ദൃശ്യമികവിലൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊന്നും ഇപ്പൊ ഉണ്ടാവില്ല, കോസ്റ്റ്യൂമും ഇല്ല, തരക്കേടില്ല. പോരായ്മകളൊക്കെ ക്ഷമിച്ചേക്കണം. വൈകിട്ട് ഞങ്ങൾ കിടക്കും. 25,000 രൂപ അല്ലേ? അപ്പൊ തുടങ്ങാം. 3, 3 സ്റ്റാർട്ട്. നിക്കടാ അവിടെ. അമ്മേ, നിക്കടാ അവിടെ. അമ്മേ, നിക്കടാ അവിടെ. അമ്മേ. അതിനെ പരിപാടിയാണ്.
ശൂലത്തിന് കുത്തി അത് അറിയാം, അത് വണ്ടി ഒന്ന് കട്ടറി വീണതാ. വീണതായിരുന്നു. അങ്ങനെ അറിയാം. ദിവസം കാണിക്കരുത്. എന്ത്? ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു സാധനം ഈ ഫ്ലോട്ട് ലൈവ് 20,000 രൂപ കൊണ്ട് ചെയ്യണത്. അപ്പൊ നീ എന്നെ അവിടെ വെച്ച് കുത്തിയിട്ട് കഴിഞ്ഞാൽ അല്ല, അത് കുത്തിയെന്ന് വിചാരിച്ചത് 2-2.5 മണിക്കൂർ പോകേണ്ട ഷോ ആണ്. അറിയാമോ ചേട്ടാ? അങ്ങനെ ഞാനല്ലേ പൈസ മുടക്കി ഇത്രയും ഫ്ലോർ ചെയ്തിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി അറിയാതെ നിൽക്കുന്നവരുടെ കാര്യമുണ്ടോ? എന്താ മതി 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 ഫ്ലോട്ട് വേണ്ട. ഫ്ലോട്ട് വേണ്ട. ഞങ്ങള് വഴക്കിട്ടെന്ന് വിചാരിച്ചാൽ അതിപ്പോ അങ്ങ് കോംപ്രമൈസ് ആവും. അല്ല വേണ്ട, അതുകൊണ്ടൊന്നും അല്ല. പിന്നെന്താ? ഇപ്പൊ പുതിയൊരു നിയമം അനുസരിച്ച് 10 മണി വരെയല്ലേ അമ്പലത്തിലൊക്കെ പ്രോഗ്രാം നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബ് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്തേക്കാൻ. അതുകൊണ്ട് പ്ലോട്ട് വേണ്ട. ഇതിപ്പോ 5ാമത്തെ പരിപാടിയാ വേണ്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഈ പൈസയൊക്കെ മുടക്കി ഇത് എന്തിനാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങൾ എന്നെ ചെയ്യുന്നത്? ഞങ്ങൾ ഈ ചെന്നൈയിലൊക്കെ പോയി കിടന്നിട്ട് വല്ലപ്പോഴാണ് അമ്പലത്തിൽ ഉത്സവം കാണുന്നത്. അതിന് പോലും ഇവന്മാര് സമ്മതിക്കത്തില്ല. ഞാൻ എന്തോ ചെയ്യാൻ എന്റെ പൊന്ന് ചേച്ചി. അയ്യോ ചേട്ടാ, ഇതെന്താ ചേട്ടാ 10 മണി കഴിഞ്ഞ് പരിപാടി ഒന്നും നടത്താത്തെ? വിധിയല്ലേ ഇത്? അതെ, കലാരമറ വിധിയായത്. അല്ല, ഈ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്? ഞാൻ നോക്കിട്ട് ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെ കലാകാരന്മാരുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടാ. ഓ, ഞങ്ങളുടെ ഒരു വിധി. അപ്പോ മക്കളെ സമയം കഴിഞ്ഞു. എല്ലാ ദിവസത്തെ പോലെ ഒരുപാട് ചിരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? അതെ, നന്നായിട്ട് ചിരിച്ചില്ലേ? അപ്പൊ നന്നായിട്ട് പോയി കിടന്നുറങ്ങാം. ഇതിലും നന്നായിട്ട് ചിരിക്കാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞ എല്ലാവരും ഇതേ യൂണിഫോമില്. ഓക്കെ ഗായ്സ്, നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.